നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും. BDC വിദ്യാർത്ഥി നിതിൻ രാജിന്റെ കൊലപാതകികളെ അറസ്റ്റ് ചെയ്യാത്തതിൽ പ്രതിഷേധിച്ച് മൂവാറ്റുപുഴയിൽ പ്രതിഷേധ ജ്വാല നടത്തി. ഭാരതീയ ദളിത് കോൺഗ്രസ് മൂവാറ്റുപുഴ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് നെഹ്റു പാർക്കിൽ പ്രതിഷേധ ജ്വാല നടത്തിയത്. കണ്ണൂർ BDC വിദ്യാർത്ഥി നിതിൻ രാജിന്റെ കൊലപാതകികളെ അറസ്റ്റ് ചെയ്യാത്തതിൽ പ്രതിഷേധിച്ച് ഭാരതീയ ദളിത് കോൺഗ്രസ് മൂവാറ്റുപുഴ ബ്ലോക്ക് കമ്മിറ്റി പ്രതിഷേധ ജ്വാല നടത്തി. ദളിത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി AC ചന്ദ്രൻ പ്രതിഷേധ ജ്വാല തെളിയിച്ചു. നെഹ്റു പാർക്കിൽ നടത്തിയ പ്രതിഷേധ യോഗം ദളിത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് NK അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. പ്രതികളെ എത്രയും പെട്ടെന്ന് അറസ്റ്റ് ചെയ്ത് നിയമത്തിന്റെ മുന്നിൽ ഹാജരാക്കണം, അല്ലെങ്കിൽ ശക്തമായ സമരങ്ങളിലേക്ക് ദളിത് കോൺഗ്രസ് നേതൃത്വം നൽകുമെന്ന് NK അനിൽകുമാർ പറഞ്ഞു. ഇന്ന് സംസ്ഥാനത്ത് മുഴുവൻ ജനങ്ങളുടെ ഇടയിലും സംശയാസ്പദമായ രീതിയിലാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. രാവിലെ 11 മണിക്ക് നിതിൻ സ്വന്തം പിതാവിനെ വിളിച്ച് വീട്ടിലേക്ക് വരുവാൻ ബസ് ചാർജ് അയച്ചു തരണമെന്ന് പറഞ്ഞു. കഴിഞ്ഞ ഏതാനും മണിക്കൂറുകൾക്കകം നിതിൻ രാജിന്റെ മരണം നടക്കുകയുണ്ടായി. ഇന്നലെ ബഹുമാനപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ അന്വേഷണത്തിൽ മനസ്സിലാക്കാൻ കഴിഞ്ഞത് നിതിൻ രാജിനെ കോളേജിന്റെ ഓഫീസിലേക്ക് വിളിച്ചു വരുത്തി നിതിൻ രാജിന്റെ ഫോൺ മേടിച്ചു ക്രൂരമായി ഓഫീസിനുള്ളിൽ മർദ്ദിക്കപ്പെട്ടു എന്നുള്ളതാണ് പോലീസിന് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അവിടെ നിതിൻ രാജിനെ ജാതിയുടെ പേരിൽ ക്രൂരമായി ആക്രമിക്കുകയും ജാതിയുടെയും മതത്തിന്റെയും നിറത്തിന്റെയും പേരിൽ ആക്ഷേപിച്ചതിന്റെ ഫലമായാണ് അവിടെ വലിയ സംഘർഷം നിലനിൽക്കുന്നുണ്ടായിരുന്നു. അവിടെ ഇതിന്റെ പിന്നിൽ ജാതിയുടെ പേരിൽ ആക്രമിക്കപ്പെട്ട നിതിൻ രാജിനെ ക്രൂരമായി കൊല ചെയ്ത് ആ കോളേജിന്റെ മുകളിൽ നിന്നും താഴേക്ക് വലിച്ചെറിഞ്ഞതാണ് എന്ന് കേരളത്തിലെ മുഴുവൻ പട്ടികജാതി ദളിത് സമൂഹവും മനസ്സിലാക്കുന്നു എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. അധ്യാപകർ ഉൾപ്പെടെയുള്ളവരെ പോലീസ് അറസ്റ്റ് ചെയ്ത് കൽത്തുരങ്കിൽ അടയ്ക്കുവാനുള്ള നടപടിയുമായി കേരള പോലീസ് മുന്നോട്ട് പോകണമെന്നാണ് ഭാരതീയ ദളിത് കോൺഗ്രസിന് പറയുവാനുള്ളത്. ദളിത് കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് അമൃത് ദത്തൻ MK അധ്യക്ഷത വഹിച്ച യോഗത്തിൽ പായ്പ്ര കൃഷ്ണൻ, ദളിത് കോൺഗ്രസ് ജില്ലാ വൈസ് പ്രസിഡന്റ് TA കൃഷ്ണൻകുട്ടി, ജില്ലാ സെക്രട്ടറി രാജു മക്കുപാറ, കർഷക കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി റെജി പ്ലാച്ചേരി, സേവാദൾ സംസ്ഥാന സെക്രട്ടറി ഭദ്രപ്രസാദ്, ബ്ലോക്ക് പ്രസിഡന്റുമാരായ ലൈജു കോതമംഗലം, TC രവി, സന്തോഷ് പട്ടിമറ്റം, ആദിവാസി കോൺഗ്രസ് ജില്ലാ വൈസ് പ്രസിഡന്റ് രാജി ബോസ്, ദളിത് കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി സുനിത EA, ബ്ലോക്ക് ജനറൽ സെക്രട്ടറി സിനിജ സനൽ, ബ്ലോക്ക് വൈസ് പ്രസിഡന്റുമാർ തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ്. പഠനത്തിനപ്പുറം ജീവിതം തൊട്ടറിയാം. ഭാവിയെ രൂപപ്പെടുത്തുന്ന അറിവിന്റെ തിരുമുറ്റം നിർമ്മല കോളേജ് മൂവാറ്റുപുഴ. റാങ്കുകളുടെ തിളക്കമാർന്ന പാരമ്പര്യം, NAC A++ മികവിന്റെ കരുത്തിൽ വിജയത്തിലേക്കുള്ള നിങ്ങളുടെ ഉറച്ച ചുവടുവെപ്പ്. ഇവിടെ സ്വപ്നങ്ങൾക്ക് ചിറകുകളുണ്ട്. നിങ്ങളുടെ സർഗാത്മകതയെ ലോകത്തിന് മുന്നിലെത്തിക്കാൻ നിർമ്മല കൂടെയുണ്ട്. വെറുമൊരു ബിരുദമല്ല, മികച്ചൊരു കരിയർ. ആധുനിക സൗകര്യങ്ങളും സുരക്ഷിതമായ ഹോസ്റ്റലുകളും ഇവിടെ നിങ്ങൾക്കായി ഒരുങ്ങുന്നു. 2026-27 അഡ്മിഷനുകൾ ആരംഭിച്ചു. ഇന്ന് തന്നെ അപേക്ഷിക്കൂ.